ഗോപി, താങ്കൾ ഏറെക്കാലമായി കൊൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ തന്നെ പറയുകയാണ് ഇതൊരു ബനാന റിപ്പബ്ലിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭരണത്തിന്റെ പിന്തുണയുണ്ട്, ഇവിടെ നിയമവും നീതിയും ഇല്ലാത്ത അവസ്ഥയാണ് എന്ന്. ഇത് ശരിക്കും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ 31-കാരിയായ ഡോക്ടർ കൊല്ലപ്പെട്ടത് ഒരു വലിയ പ്രശ്നത്തിന്റെ സൂചകമായി മാത്രം നിൽക്കുകയാണോ? അത്രയും വലിയ ഒരു പ്രതിസന്ധിയിലാണോ ബംഗാൾ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതോ അത് മമതാ ബാനർജി പറയുന്നത് പോലെ രാഷ്ട്രീയമാണോ? ഇതിനകത്ത് ഇപ്പൊ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതനായ വ്യക്തി, സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ, ഗവർണർ പറയുന്നതിനപ്പുറം മറ്റൊരു കാര്യം നമുക്ക് വിശ്വസിക്കേണ്ടതില്ല. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട്, മലയാളി എന്നുള്ളതിലല്ല അദ്ദേഹം, കൽക്കട്ടയിൽ വന്ന മുതൽ തന്നെ അദ്ദേഹം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതിനു മുമ്പ്, അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇവിടെ കേരളത്തിലും മറ്റുള്ളിടത്തും പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ഇതുപോലെ അത് തുറന്നു പറയാൻ തയ്യാറാകുകയും ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും മറ്റാര് പറയുന്നതിനേക്കാട്ടിലും ഞങ്ങളൊക്കെ ഇവിടെ വളരെ കാലം കൊണ്ട് കാര്യങ്ങളൊക്കെ കാണിയൊക്കെ ചെയ്യുന്നെങ്കിലും അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഔദ്യോഗികമായ നിലപാടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, ഈ നടന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി, അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെ വരുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പൊ എന്നോട് ചോദിച്ചത്, തീർച്ചയായിട്ടും ഈ സംഭവം ഇതിനു മുമ്പ് നിരവധി സംഭവങ്ങൾ ഇതുപോലെ ബംഗാളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പും പല പെൺകുട്ടികളെയും ബലാത്സംഗത്തിനെയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ബംഗാളിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം 2 ദിവസം മുമ്പ് ബർദ്വാനിലൊരു സംഭവം ഇതുപോലെ ഉണ്ടായി, ഒരു കുട്ടി കൊല്ലപ്പെട്ടു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതൊരു അരാജകത്വത്തിന്റെ പ്രകടനമാണ്, വ്യക്തമായ പ്രകടനമാണ് ഇപ്പൊ കാണുന്നത്. തങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് ഒരു ഭാഗം പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെടാത്ത ആർക്കും പറ്റുന്നില്ല എന്നുള്ള ഒരു ബോധം അവരുണ്ടാകുമ്പോൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു നിലയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ നടന്ന സംഭവം മറ്റൊരു സംഭവത്തിൽ ആലോചിക്കാൻ പോലും കഴിയില്ല. ഈ സംഭവത്തിനെതിരായിട്ട്, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനെതിരായിട്ട് ഞാൻ എന്റെ വിശദാംശത്തിലേക്ക് പോകുന്ന നേരത്തെ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് പറഞ്ഞുള്ളത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നലെ നടന്ന സംഭവം ജനങ്ങൾ ഒട്ടാകെ, അതിനകത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ഭാഗത്തിലുമുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളും, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളവരും, കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും, രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, ഈ ജനങ്ങൾ സ്വമേധയാ ഈ പ്രക്ഷോഭണം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ്. ഇന്നലെ സ്ത്രീകൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് സ്ത്രീകള് കൽക്കത്ത തെരുവീതികളില്, വിദ്യാഭ്യാസ രംഗങ്ങളില്, എല്ലാ ഭാഗത്തും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടുന്ന ആ ദിവസം 14-ാം തീയതി അർദ്ധരാത്രിക്കാണ് ഇത് നടക്കുന്നത്. എല്ലായിടത്തും മെഴുകുതിരികളെയും ടോർച്ച് ലൈറ്റും പന്തവും കത്തിച്ച് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. വൻ ജനപങ്കാളിത്തം അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോഴും അക്രമങ്ങൾ അവസാനിക്കുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം.